വിടരുത്, വെറുതെ വിടരുത്. ഈ നാട്ടുകാര് നമ്മളോട് ചോദിക്കാതെ നമ്മുടെ മരങ്ങളെല്ലാം യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മരങ്ങൾ മുറിച്ചിരിക്കുന്നു. ഇനി ഈ സിറ്റിയിലുള്ള മുഴുവൻ മരങ്ങളും നമ്മൾ തിന്നുന്നു. വിടരുത്, ഒന്നിനെയും വിടരുത്. കുട്ടിയാടുന്നു നല്ലൊരു കഥകളി. നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കയ്യാങ്കളി? ചേട്ടനിലെ കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞ തല്ലാൻ ഇപ്പൊ തല്ലിയപ്പോ ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുറയുന്നേ? മണ്ടന്മാരെ, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാം പറഞ്ഞത് തമ്മിൽ തല്ലാനല്ല, നാട്ടുകാരെ പാഠം പഠിപ്പിക്കണം. മതി മതി, കാര്യം പിടികിട്ടി. നിന്റെയൊക്കെ പേര് മറന്നുപോയി. നീയും വേഗം പോയിക്കോ. കിലോ 50 രൂപയാ. അയ്യോ, ഇതെന്താ ഇത്? എന്തായാലും ഇത് ക്യാഷ് തന്നെയായിരിക്കും. വിടാതെ പിടിക്കേ. സമ്മതിക്കില്ല. ക്രിക്കറ്റിൽ ബോക്സിംഗിന്റെ ഗ്ലൗസ് ധരിക്കാൻ പാടില്ല. എടാ, എന്റെ ബാറ്റ് എവിടെ പോയടാ? ബാറ്റ് പൊക്കുമ്പോ തന്നെ അപ്രത്യക്ഷമായല്ലോ. സംശയമുണ്ടോ? അപ്രത്യക്ഷമായെന്നോ? നീ എന്തായി പറയുന്ന? ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. കണ്ടോടാ, ഇവിടുത്തെ സ്റ്റം എത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായേ. എടാ, ഇത് മുഴുവൻ ചെതലുകളാണ്. ഇവറ്റകൾ നമ്മുടെ സാധനങ്ങളെല്ലാം തിന്നുകയാണ്. എനിക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നവുമില്ല. വിട്ടേക്ക് പോകട്ടെ, ഇവന്മാരെ ഞാൻ പാഠം പഠിപ്പിക്കാം. നമ്മുടെ ഫർണിച്ചർ. ഇതിനുള്ള പ്രതിവിധി ബുക്സിനകത്ത് ഉണ്ടാകും. എടാ, ഇത് അവസാനത്തെ പേജാണ്. വേഗം വായിക്ക്, വേഗം വായിക്ക്. എല്ലാം ഇതോടെ തീർന്നു. നിന്നേക്ക് എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. കൊച്ചളിയാ, പാഠം പഠിപ്പിക്കാനായിട്ട് അടുത്തെങ്ങാനും പരീക്ഷ വരുന്നുണ്ടോ? പണ്ടങ്ങനെ വാങ്ങിച്ചതാ ഇത്. ഇവറ്റകളെ നശിപ്പിക്കാനുള്ള സ്പ്രേ ആണ്. ഞാൻ നന്നായിട്ട് ഉന്നം പിടിക്കും. സ്പ്രേ ഞാൻ അടിക്കാൻ താ. കൊച്ചളിയാ, ഈ ഫ്ലൈറ്റ് ഡിലേ ആവാൻ കാരണം എന്താ? മുകളിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കും ഇല്ലല്ലോ. എടാ, സിഗ്നല് കിട്ടുന്നുണ്ടാവില്ല. അതിന് മുകളിൽ ട്രാഫിക്കേ ഇല്ലെങ്കിൽ പിന്നെ സിഗ്നൽ ലൈറ്റ് വെച്ചിട്ട് എന്താ കാര്യം? ബണ്ണി പറഞ്ഞത് ലാൻഡിങ്ങിന് വേണ്ടി സിഗ്നൽ കിട്ടുന്നുണ്ടാവില്ല എന്നാണ്. ദയവായി ശ്രദ്ധിക്കുക, വീരാർ ഫ്ലൈറ്റിന്റെ ലാസ്റ്റ് ലോക്കൽ 3 മണിക്കൂർ വൈകിയേ എത്തുകയുള്ളൂ.
ഓഹോ സോറി ഇതിനു മുന്നേ ഞാൻ ലോക്കലിലെ അനൗൺസർ ആയിരുന്നില്ലേ, അതുകൊണ്ട് തെറ്റിപ്പോയതാ. ഞാൻ ഉദ്ദേശിച്ചെന്തെന്നാൽ ഇപ്പോൾ എടുക്കാനിരുന്ന ഫ്ലൈറ്റ് ഇനിയും 3 മണിക്കൂർ വൈകി എടുക്കുകയുള്ളൂ. ഇനിയും 3 മണിക്കൂർ ലേറ്റോ? കൊച്ചളിയാ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ഒരു പുതിയ എയർലൈൻ തുടങ്ങേണ്ടി വരുമെന്നാ. ഹണി, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിക്കോട്ടെ. ഏ? അതെ സാറേ, താങ്കളൊന്ന് പറഞ്ഞു തരാമോ ഒരു എയർലൈൻ തുടങ്ങാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? അതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ വിവരങ്ങൾ അറിയാനെന്ന ബോർഡും വെച്ചോണ്ട് ഇരിക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചെയ്ത് എനിക്ക് സ്വന്തമായിട്ടൊരു എയർലൈൻ തുടങ്ങണം. ഇന്നത്തെ കാലത്താണെങ്കിൽ ഫ്ലൈറ്റ് ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. അപ്പൊ പൈസ മുടക്കി എയർലൈൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ, തുടങ്ങണമെന്നുണ്ട്. പക്ഷെ പൈസ മുടക്കി എയർലൈൻ തുടങ്ങാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? കാശ് മുടക്കി തന്നെ. താൻ എന്തിനാ ഈ എയർലൈൻസ് തുടങ്ങുന്നത്, അതും കാശ് മുടക്കി? അതെ, ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് എനിക്ക് കാശ് മുടക്കി തുടങ്ങണ്ടെന്ന്. അതിന് മാത്രമുള്ള കാശൊന്നും എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ നീ ബുദ്ധി ഉപയോഗിച്ച് തുടങ്ങാൻ പോവാണോ? ആ പറഞ്ഞത് എന്റെ കയ്യിൽ ഒട്ടും തന്നെ ഇല്ല. അതെ, ബുദ്ധി കൊണ്ട് തന്നെ. ഏതാണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് കാശ് മുടക്കിയിട്ടുള്ളതാ. ഞാൻ ഈ രാജ്യത്ത് പുതിയതായിട്ട് വന്നയാളാ. പിന്നെ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യാനും പദ്ധതിയുണ്ട്. എനിക്ക് തന്റെ എയർലൈൻ ഐഡിയ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ ഞാൻ എയർലൈനിന് തുടക്കമിട്ട് തരാം, കാശ് മുടക്കിക്കൊണ്ട്. അങ്ങനെയെങ്കിൽ നശിക്കാൻ തയ്യാറായിക്കൊള്ളൂ, കാശ് മുടക്കി തന്നെ. സംശയണ്ടോ? നീ ആരാ? ഇതെന്റെ കൂട്ടുകാരാണ് ബണ്ണി, പോപ്പട്ട്, പിന്നെ സോർദാർ. നമ്മുടെ എയർലൈനിൽ ഇവരും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് തന്നെ അധ്വാനിക്കാം. പക്ഷെ നമുക്ക് എയർലൈനിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കൊച്ചളിയാ. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ? മോർണിംഗ് ടീക്കറാ. ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിന്റെ ലഗേജ് ഇവിടെ സ്കാൻ ചെയ്തോളൂ. എവിടെ മാഡത്തിന്റെ ബാഗ്? ഇവിടെ തന്നെ ഉണ്ട്. ദാ ഈ കാണുന്ന വലിയ സൂട്ട് കേസ്, പിന്നെ ദാ ഈ ട്രോളിയിലുള്ള ബാഗ്, ദാ ഈ കാണുന്ന 3 ഹാൻഡ് ബാഗും എന്റെ തന്നെയാണ്. ഇത്രയധികം സാധനങ്ങളോ? നിങ്ങളെന്താ നാട് വിട്ടെങ്ങാനും പോവാണോ? ഈ ബാഗിനകത്തല്ലേ എന്താ ഉള്ളത്? ഈ വലിയ സൂട്ട് കേസ് നിറയെ എന്റെ ഡ്രസ്സുകളാണ്. പിന്നെ ഈ വാഷിംഗ് മെഷീനുകളുണ്ട്. പിന്നെ ഈ ചെറിയ ബാഗിൽ കഴിക്കാനുള്ള ആഹാരവും അച്ചാറും മാത്രമേ ഉള്ളൂ. ഇത്രയധികം ഭക്ഷണ സാധനങ്ങളോ? എല്ലാവരും പട്ടിണിയിലാണോ? അവിടെ തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടത്തില്ലയോ എന്റെ അമ്മോ? പക്ഷെ മാഡം, ഇത്രയധികം ഡ്രസ്സുകൾ എന്തിനാ? മാഡത്തിന്റെ റിട്ടേൺ ടിക്കറ്റ് 3 ദിവസം കഴിഞ്ഞല്ലേ? അതെന്താന്ന് വെച്ചാ എനിക്ക് 12 കസിൻസ്, അവർക്ക് എല്ലാവർക്കും കൂടി 13 പിള്ളേരും ഉണ്ട്. ഇതെല്ലാം അവർക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാ. അപ്പൊ ഈ 2 വാഷിംഗ് മെഷീനോ? ഇതെന്തിനാ കൊണ്ടുപോകുന്നേ? ഇത് രണ്ടും കേടായ വാഷിംഗ് മെഷീൻസാ. അവിടെ എന്റെ അമ്മാവന്റെ മകൻ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന കട നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി നന്നാക്കാൻ എടുത്തതാ. പക്ഷെ മാഡം, എക്സ്ട്രാ ലഗേജിന്റെ ചാർജ് അടക്കേണ്ടി വരും. അതെന്താ, നിങ്ങളുടെ പ്ലെയിനിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ലേ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സിനെ എടുക്കുന്നുണ്ടെന്നാ. അതിരിക്കട്ടെ, ഫ്ലൈറ്റിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ അല്ലേ? ഇപ്പൊ തന്നെ 3 വർഷം തിന്നാനുള്ള സാധനങ്ങളുമായിട്ടാ പോകുന്നത്. ദേ വീണ്ടും ചോദിക്കുന്നത് കഴിക്കാൻ വല്ലോ കിട്ടുമോ? സംശയണ്ടോ? യെസ് മാഡം, കഴിക്കാനുള്ളത് കിട്ടും. എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം മാത്രം. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് ന്യൂയോർക്കിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ഭക്ഷണം കിട്ടിയത് 6 പ്രാവശ്യമാ. മാഡം, അത് വലിയ ഫ്ലൈറ്റാ, അതുകൊണ്ടാണ്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് 6 പ്രാവശ്യം ഭക്ഷണം കിട്ടിയേ പറ്റൂ. അതും പ്യുവർ വെജ് വിത്ത് ചിക്കൻ തന്തൂരി. അതിരിക്കട്ടെ, ഒരു പ്രധാന കാര്യം കൂടി. നിങ്ങളുടെ ഈ ഫ്ലൈറ്റിൽ എനിക്ക് കുറച്ച് ഓപ്പൺ പ്ലേസ് കിട്ടുമോ? എന്തിനാ മാഡം? അതെന്താന്ന് വെച്ചാല് നാളെ എന്നെ ഒരു ഡാൻസ് ഷോയിൽ പെർഫോം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണമായിരുന്നു. മേഡത്തിന്റെ ഡാൻസ് ഷോയിൽ പെർഫോം ചെയ്യാനായിരിക്കില്ല വിളിച്ചത്. ആ ഷോ കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് പൊളിക്കാനായിരിക്കും അവര് വിളിച്ചിരിക്കുന്നത്. ബുൾഡോസറിന്റെ ആവശ്യമില്ലല്ലോ. സംശയണ്ടോ? എന്നെ നീ കളിയാക്കുന്നു. നീ എന്നെ ബുൾഡോസറിന് വിളിച്ചു അല്ലേ? എനിക്ക് നിങ്ങളുടെ ഫ്ലൈറ്റിൽ വരാൻ താല്പര്യമില്ല. ഞാൻ ട്രെയിനിൽ പൊക്കോളാം. ഒന്നുമില്ലെങ്കിലും എനിക്ക് അതിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമെങ്കിലും കിട്ടുമോ? നമസ്കാരം, ജോൾമോൾ എയർലൈൻസിലേക്ക് സ്വാഗതം. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് ഒരു കപ്പ് കോഫി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സീറ്റിലിരിക്കുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടാലും കൊള്ളാമെന്നുണ്ട്. അടികൈ, ഞങ്ങളുടെ വിമാനത്തിന്റെ സേഫ്റ്റി എത്രത്തോളം ഹൈ ആണെന്ന് വെച്ചാൽ ഹൈ ലെവലിൽ പോകുന്ന റോക്കറ്റ് പോലും ഇതിനു മുന്നിൽ പകച്ചു നിൽക്കും. കാരണം ഫ്ലൈറ്റിലെ തകരാറുകൾ മൂലം 2ാമത്തെ ലാൻഡിംഗ് എമർജൻസി ലാൻഡിംഗ് ആക്കി മാറ്റും. അടികൈ. കന്നാ സർ, നിങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കുകയാണോ അതോ പാസഞ്ചേഴ്സിനെ പേടിപ്പെടുത്തുകയാണോ? അടുത്തതായി ഞങ്ങളുടെ ഫ്ലൈറ്റ് അറ്റൻഡർ ഹണി നിങ്ങളുടെ മുന്നിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാണിച്ചു തരും. ശ്രദ്ധിച്ചു കേട്ട് ഓർത്തു വെച്ചോളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആപത്ത് വരുമ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ നിങ്ങൾ തന്നെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. വിമാനത്തിന്റെ 2 വശത്തും 2 എമർജൻസി ഡോറുകൾ ഉണ്ട്. അവിടെ ഇരിക്കുന്ന യാത്രക്കാരൻ ഇതിനു മുമ്പ് ഈ പ്ലെയിനിൽ എമർജൻസി ഡോറുകൾ തുറന്നിട്ടുണ്ട്. ഇത് എന്ത് ഫ്ലൈറ്റ് ആണോ ഇത്? ഒരു സീറ്റ് ബെൽറ്റ് പോലും ഇല്ല. വിമാനം പറന്നു തുടങ്ങുന്നത് മുതൽ പറന്നിറങ്ങുന്നത് വരെ എല്ലാ യാത്രക്കാരെയും ഒരു കയറ് കൊണ്ട് കെട്ടിവെക്കുന്നതായിരിക്കും.
ഓടുന്ന വിമാനത്തിൽ നിന്നും കൈ പുറത്തേക്കിടരുത്. ടെൻഷൻ ആവണ്ട, ഈ ഫ്ലൈറ്റ് ഒന്ന് മുകളിലോട്ട് പറന്നോട്ടെ, പിന്നീട് എഞ്ചിൻ ഓഫ് ചെയ്യുന്നതാണ്. എടോ എന്തിന് ഓഫായി കഴിഞ്ഞ പ്ലെയിൻ എങ്ങനെയാണോ പറക്കുന്നത്? എന്തുകൊണ്ട് പറക്കില്ല? 2 രൂപയുടെ പട്ടം നമ്മൾ എഞ്ചിൻ ഇല്ലാതെയല്ലേ പറപ്പിക്കുന്നത്. ഇതാണെങ്കിൽ കോടികളുടെ പ്ലെയിൻ അല്ലേ, പിന്നെ എങ്ങനെ ഇത് പറക്കാതിരിക്കും? ഇപ്പോൾ പ്ലെയിൻ അന്തരീക്ഷത്തിലേക്ക് പറത്താൻ പോവുകയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇതിന്റെ ഫസ്റ്റ് ഗിയർ ഇടുന്നത് എങ്ങനെയാണെന്ന്? കന്നാ സാർ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? പാസഞ്ചേഴ്സ് പേടിച്ചു പോകും. നിങ്ങളൊന്ന് സഹായിച്ചാൽ മാത്രം മതി, ഞാൻ പറപ്പിക്കാൻ പഠിപ്പിച്ചു തരാം. റെസ്റ്റോറന്റ് തുറന്ന സന്തോഷത്തില് ആദ്യം എന്തെങ്കിലും മധുരമുള്ള ഉണ്ടാക്കാം. ജിലേബി. ഇതിനു മാത്രം പുകയോ? കിച്ചണിൽ എന്താ വല്ല സ്റ്റേജ് ഷോ നടക്കുന്നുണ്ടോ? അയ്യോ, അതെ പ്രാവേ. പ്രാവോ? ഞാൻ പ്രാവലടാ പൊട്ടാ, പോപ്പട്ടാ. ഇത്ര നേരം ചീനച്ചട്ടിൽ എന്തിനാ ജിലേബി ഇട്ടേക്കുന്നത്? എടാ അതെന്താ കോരി മാറ്റാത്തതെന്ന്? മേഡം പറയാറുണ്ട് ക്ഷമിക്കും തോറും ഫലം മധുരമായിരിക്കും. ഞാൻ അരമണിക്കൂറാണ് ക്ഷമിച്ചിരുന്നത്. ഇപ്പൊ ജിലേബി നല്ല മധുരമായി കാണും. എന്റെ ഹൽവ തമ്പുരാനെ, നിന്റെ ജിലേബിയുടെ കാര്യം ഗോവിന്ദ. കണ്ടില്ലേ, ഞാൻ ജിലേബി ഉണ്ടാക്കിയപ്പോ അത് നടൻ ഗോവിന്ദയ്ക്ക് വരെ ഇഷ്ടായി. ഇത് നീ എടുത്തോണ്ട് പോയി റോഡിലിട്ടേക്ക്, ടാറിന് പകരം ഉപയോഗിക്കാം. ഷെഫിന്റെ കോൺസെൻട്രേഷൻ കളയാതിരിക്കൂ. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു കലയാണ്, കല. നിനക്കൊന്നും അറിയില്ല, നീ ഇവിടുന്ന് പോയേ. ഇതും കൂടി ഒന്ന് കഴുകിയേക്ക്. നീ എന്താടാ ഈ നാട്ടുകാരുടെ പാത്രം മുഴുവനും കൊണ്ടുവന്ന? 500, 250, 300. ഈ 3 രൂപയുടെ ഐറ്റം വേഗം കൊണ്ടുപോവാ. എന്തോന്ന് ചേട്ടാ, അത് പേജ് നമ്പർ ആണ്. നിങ്ങളുടെ 8 കൈയില്ലേ, അതെല്ലാം കൂടെ വിറ്റിട്ട് ഒരു കണ്ണട വാങ്ങിച്ച് വെക്ക്. ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാക്കാം. ന്യൂഡിൽസ് ഓവനിലിടുക. പിന്നെ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മയങ്ങിയേക്കാം. ഹണി, ഷെഫായിട്ട് നീ എല്ലാം കുളമാക്കിയല്ലോടെ. ഇനി മുതൽ നീ വെയിറ്ററാ. കണ്ടില്ലേ സോർദാറെ, മനസ്സർപ്പിച്ച് ജോലി ചെയ്താൽ നമുക്ക് അപ്പൊ തന്നെ പ്രൊമോഷൻ കിട്ടും. ഹുയ്, ഹുയ്. ഹുയ്. ഇത് വില കൂടുതലാ, ഇതിനും കൂടുതലാ. ഇതിങ് കൊണ്ടുപോവാ. ഇതിലെ റേറ്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അത് പിന്നെ ചേട്ടാ, ഇത് ഈ റെസ്റ്റോറന്റിന്റെ പേരാ, 7 സ്റ്റാർ ഹോട്ടൽ. ചേട്ടൻ എന്താ കഴിക്കാൻ വേണ്ടത്? ചപ്പാത്തി, ചിക്കൻ തന്തൂരി, പൊറോട്ട, ഇടിയപ്പം, മുട്ടക്കറി, ബീഫ് ഒലത്തിയത്, ഇതെല്ലാം ചേട്ടന് തൊട്ടടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടും. ഇനി ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വെള്ളം കുടിക്കൂ. ഇവിടെ കടായി പനീർ കിട്ടോ? കടായി പനീർ മാത്രം മതിയോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. ദാ പിടിച്ചോ കടായി. പിന്നെ ഇതാണ് പനീർ. താങ്കൾക്ക് കഴിക്കാൻ ഷവർമ എടുക്കട്ടെ?
ഹണി